എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. UDF സർക്കാർ തിങ്കളാഴ്ച അധികാരത്തിലേക്ക്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ തകൃതി, വിപുലമായ ക്രമീകരണങ്ങൾ. സംസ്ഥാനത്ത് ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവസാന ഘട്ടത്തിലാണ്. 10,000-ഓളം പേർക്കിരിക്കാനാകുന്ന ഭീമാകാരമായ പന്തലാണ് സ്റ്റേഡിയത്തിൽ ഉയരുന്നത്. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ 1,00,000-ഓളം പേർ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് കണക്കാക്കുന്നത്. തിങ്കളാഴ്ച, അതായത് മെയ് 18 രാവിലെ 10 മണിയോടെയാണ് പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കുക. പൊതുജനങ്ങൾക്ക് പാസ് മുഖേന മാത്രമായിരിക്കും സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം അനുവദിക്കുക. നഗരത്തിലുടനീളം വൻ സ്ക്രീനുകൾ. സ്റ്റേഡിയത്തിലെത്തുന്നവർക്ക് പുറമെ പൊതുജനങ്ങൾക്ക് ചടങ്ങുകൾ തത്സമയം കാണുന്നതിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പന്തലിന്റെ ഇരുവശങ്ങളിലും വീഡിയോ വാളുകൾ സ്ഥാപിക്കും. കൂടാതെ നഗരത്തിലെ പ്രമുഖ കേന്ദ്രമായ നിശാഗന്ധി ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള വിവിധയിടങ്ങളിൽ വലിയ LED സ്ക്രീനുകളും ചടങ്ങ് തത്സമയം സംപ്രേഷണം ചെയ്യുന്നതിനായി സജ്ജീകരിക്കും. ദേശീയ നേതാക്കളുടെ വൻനിര. ദേശീയ രാഷ്ട്രീയത്തിലെയും സാംസ്കാരിക രംഗത്തെയും പ്രമുഖർ ചടങ്ങിനെത്തും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി MP തുടങ്ങിയ മുൻനിര നേതാക്കൾ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ തിരുവനന്തപുരത്തെത്തും. ഇതിനു പുറമെ അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർക്കും ചടങ്ങിലേക്ക് പ്രത്യേക ക്ഷണമുണ്ട്. തുടർ നടപടികൾ. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായ ശേഷം പുതിയ മന്ത്രിമാർ രാജ്ഭവനിൽ ഗവർണറുടെ സത്കാരത്തിൽ പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും ആദ്യ മന്ത്രിസഭായോഗം ചേരുക. പുതിയ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിനുള്ള ശുപാർശ ഈ യോഗത്തിൽ തീരുമാനിച്ച ശേഷം ഗവർണർക്ക് സമർപ്പിക്കും. വരാനിരിക്കുന്ന പ്രധാന തീയതികൾ ഒറ്റനോട്ടത്തിൽ. മെയ് 18 തിങ്കളാഴ്ച മന്ത്രിസഭാ സത്യപ്രതിജ്ഞ നടക്കും. മെയ് 21-നാണ് പുതിയ MLAമാരുടെ സത്യപ്രതിജ്ഞ. മെയ് 22-ന് നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പും മെയ് 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവും ഉണ്ടായിരിക്കും. ജൂൺ 5-നാണ് പുതിയ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുക. Thank you.